ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയചന്ദ്രൻ. അപ്പം നമ്മൾ എന്തൊരു കാര്യം മറന്നെന്ന് തോന്നുന്നു അല്ലേ? സബ്സ്ക്രൈബ് ചെയ്തോ? ഓക്കെ, ഇപ്പം സബ്സ്ക്രൈബ് ചെയ്തല്ലേ? അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ വെർച്വൽ ബേസ് ക്ലാസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻഹെറിറ്റൻസ് പറഞ്ഞപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് ഒക്കെ പറഞ്ഞു. സിംഗിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് അല്ലേ, പിന്നെന്താണ് ഹൈറാർക്കിക്കൽ, പിന്നെ ഹൈബ്രിഡ് അല്ലേ, ഇത്രയും ഇൻഹെറിറ്റൻസ് നമ്മളിവിടെ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഞാനിവിടെ എ എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഇതിൽ നിന്നും രണ്ടെണ്ണം അല്ലേ, ബിയും സിയും ചെയ്തു. ഇതിൽ നിന്നും ഏതാണ് ഡി എന്ന് പറയുന്ന അനദർ ക്ലാസ് നമ്മൾ ചെയ്യുവാണ് അല്ലേ. അപ്പം നമ്മൾ നോർമലി ഒരു ക്ലാസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം എ ഒരു മൾട്ടി ലെവൽ ആണെങ്കിൽ എ ബി സി എന്ന് പറഞ്ഞിട്ട് ഞാൻ മൾട്ടി ലെവൽ ചെയ്തു. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്ന പാരന്റ് ക്ലാസ്, ബി എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ക്ലാസ്, അതിന്റെയും ഡിറൈവ്ഡ് ക്ലാസ് ആണ് സി എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ എനിക്കിപ്പോ സിയുടെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ബിയുടെ ഫീച്ചേഴ്സും ആക്സസ് ചെയ്യാം, അതുപോലെ എയുടെ ഫീച്ചേഴ്സും ആക്സസ് ചെയ്യാം. ഓക്കെ, അതേ സമയത്ത് ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഞാൻ ഡിയുടെ ഒബ്ജക്റ്റ് വെച്ചിട്ട് എക്കകത്ത് ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്, ഇതിനകത്ത് ബി എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്, ഇതിനകത്ത് സി എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടെന്ന് വെക്കോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ എ എന്ന് പറയുന്ന വേരിയബിളിനെ ആക്സസ് ചെയ്യണമെങ്കിൽ ഏത് പാത്തായിരിക്കും ചൂസ് ചെയ്യുന്നത്? ഈ പാത്ത് ചൂസ് ചെയ്യോ, ഈ പാത്ത് ചൂസ് ചെയ്യോ? അതാണ് ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം. ഓക്കെ, അപ്പം ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ വരും അല്ലേ. അതായത് ആംബിഗ്വിറ്റി. അതായത് ആംബിഗ്വിറ്റി മീൻസ് എന്താണ്? അവ്യക്തത അല്ലേ. അതായത് നമുക്കിപ്പോൾ ഏത് പാത്ത് ചൂസ് ചെയ്യണം എന്നുള്ളത് അവിടെ കൺഫ്യൂഷൻ വരും. നമ്മൾ അങ്ങനെ കൊടുക്കുവാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് പ്രോഗ്രാമിനകത്ത് എററും കാണിക്കും അല്ലേ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നോർമലി ചെയ്യുന്ന പോലെ വെറുതെ ഡിറൈവ് ചെയ്ത് ചെയ്താൽ പോരാ. ഈ രണ്ട് ക്ലാസ്സിനെയും എന്താക്കണം? വെർച്വൽ ബേസ് ക്ലാസ് ആയിട്ട് നമ്മൾ ഡിറൈവ് ചെയ്യണം. ഓക്കെ, എയിൽ നിന്നും ഡിറൈവ് ചെയ്യുമ്പോൾ വെർച്വൽ ബേസ് ക്ലാസ് ആയിട്ട് ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു പാത്ത് അത് ചൂസ് ചെയ്യും. ഇതിന്റെ പ്രശ്നം തന്നെ എന്താണ്? മൾട്ടി പാത്താണ്. ഓക്കെ, ഇതിനെ പറയുന്നത് എന്താണ്? മൾട്ടി പാത്ത് എന്നാ പറയുന്നത്, മൾട്ടി പാത്ത് ഇൻഹെറിറ്റൻസ് എന്നാ പറയുന്നത്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു പാത്ത് നമുക്ക് കറക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ രണ്ട് ക്ലാസ്സിനെയും എന്താണ്? വെർച്വൽ ബേസ് ക്ലാസ് ആയിട്ട് നമുക്ക് ഡിറൈവ് ചെയ്ത് എടുക്കണം. ഡിറൈവ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരു പാത്ത് മാത്രമേ ചൂസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമുക്കിവിടെ ഡിക്കകത്ത് ഏതൊക്കെ ഡി, ഇപ്പൊ ഡിക്കകത്ത് ഒരു വേരിയബിൾ ഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിക്കകത്ത് എ കിട്ടും, ബി കിട്ടും, സി കിട്ടും അല്ലെ. അപ്പൊ നമ്മൾ നോർമലി ചെയ്യുവാണെങ്കിൽ ഇവിടെ എ എന്ന് പറയുന്നത് രണ്ട് പ്രാവശ്യം വരും അല്ലെ. ഈ പാത്ത് വഴിയും എ വഴിയും, ഈ പാത്ത് വഴിയും എ വരും. അതേസമയം നമ്മൾ വെർച്വൽ ബേസ് ക്ലാസ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എയുടെ ഒരു കോപ്പി മാത്രമേ ഇവിടെ വരുള്ളൂ. അപ്പൊ അവിടെ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എയുടെ ഫീച്ചേഴ്സിനെ നമുക്ക് ഇവിടെ ഡിക്കകത്ത് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് എങ്ങനെ നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ടൊരു കുഞ്ഞൊരു പ്രോഗ്രാം നമുക്ക് എഴുതാം. അതെങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പൊ ഞാനിവിടെ ക്ലാസ് എ എന്നും പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ക്ലാസ് എ എടുത്തു. ഇതിനകത്ത് പബ്ലിക് ഏരിയയിൽ തന്നെ എന്ത് കൊടുക്കാം? പബ്ലിക് ഇൻഡ് എ എന്നും പറഞ്ഞിട്ട് ഒരു വേരിയബിൾ, സ്മോൾ ലെറ്റർ എ ആണ്. ക്ലാസ് നെയിം ഞാൻ കൊടുത്തേക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഇവിടെ ക്ലാസ് ക്ലോസ് ചെയ്ത്, ഫംഗ്ഷൻ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. അതിനുശേഷം അടുത്ത ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്യണേ. ക്ലാസ് ഏതാണ്? ബി ക്രിയേറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് ഡിറൈവ് ചെയ്യേണ്ടത്? പബ്ലിക് വെർച്വൽ, മനസ്സിലായോ? പബ്ലിക് എന്നുള്ള സ്കോപ്പ് കൊടുക്കണം. അതിനുശേഷം വെർച്വൽ എന്നുള്ള കീവേഡ് കൊടുക്കാം. ഏതാണ് ചെയ്യേണ്ടത്? എ എന്നാണ് ഡിറൈവ് ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ ഇവിടെയും ഞാൻ എന്താണ്? പബ്ലിക് ഏരിയയിൽ തന്നെ എങ്ങനെ പറയാം? ഇൻഡ് ബി എന്ന് പറഞ്ഞിട്ട് അനന്തര ഒരു വേരിയബിൾ കൊടുത്തു. ഇവിടെയും ഞാൻ ക്ലാസ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇത് അടുത്തതായിട്ട് എന്താണ്? ക്ലാസ് സി അല്ലേ. ക്ലാസ് സി ചെയ്യുമ്പോൾ ക്ലാസ് സി കോളൻ ഇങ്ങനെ പറഞ്ഞു പബ്ലിക് വെർച്വലോ വെർച്വൽ പബ്ലിക് രണ്ടായാലും കൊടുക്കാം. വെർച്വൽ പബ്ലിക് ഏതിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്? എ എന്ന് തന്നെയാണ് സിയും ഡിറൈവ് ചെയ്യുന്നത് അല്ലേ. എ എന്ന് തന്നെയാണ് ബിയും സിയും ഡിറൈവ് ചെയ്യുന്നത്. ഇതിനകത്തും എന്താണ്? പബ്ലിക് ഏരിയയിലെ പബ്ലിക് ഏതാണ്? ഞാൻ ഒരു ഇൻറ്റിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ഇൻഡ് സി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഈ ക്ലാസ് ഇവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ അല്ലേ. എങ്ങനെ കൊടുക്കുന്നത്? ക്ലാസ് ഏതാണ്? ക്ലാസ് ഡി അല്ലേ. ക്ലാസ് ഡി കോളൻ പബ്ലിക് ബി കോമ പബ്ലിക്
സി അല്ലേ? ഇങ്ങനെയല്ലേ നോർമലി കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് ഞാൻ ഒരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. പബ്ലിക് ഏരിയയിലോ പ്രൈവറ്റ് ഏരിയയിലോ കൊടുക്കാം. അപ്പം ഞാനിവിടെ പബ്ലിക്കിൽ തന്നെ എന്ത് കൊടുക്കുവാണ്? ഇൻഡ് ഡി എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ കൊടുത്തു. ഓക്കെ. എന്നിട്ട് ഞാൻ ഈ പബ്ലിക് ഏരിയയിൽ തന്നെ ഒരു കൺസ്ട്രക്ടർ കൊടുക്കുവാണ്. കൺസ്ട്രക്ടർ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് എല്ലാ വേരിയബിൾസിനും വാല്യൂസ് കൊടുക്കാം അല്ലേ? നമുക്ക് ഈ ഇൻഹെറിറ്റൻസിനകത്ത് നമുക്ക് സെയിം വേയിൽ തന്നെ കൺസ്ട്രക്ടർ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഡിയുടെ കൺസ്ട്രക്ടറിന് ഇതിനകത്തുള്ള എല്ലാ വേരിയബിളിനെയും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിവിടെ എ ഇസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തു, സെമിക്കോളൻ ബി ഇസ് ഈക്വൽ ടു 2 എന്ന് കൊടുത്തു, സെമിക്കോളൻ സി ഇസ് ഈക്വൽ ടു 3 എന്ന് കൊടുത്തു, അതുപോലെ ഡി ഇസ് ഈക്വൽ ടു 4 എന്ന് കൊടുത്തു. ഓക്കെ. എല്ലാത്തിനും വാല്യൂസ് ഞാൻ അസൈൻ ചെയ്ത് കൊടുത്തു. ഈ കൺസ്ട്രക്ടറിനെ ഞാനിവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ. എല്ലാ സെമിക്കോളനാണ് കൊടുത്തേക്കുന്നത്. അതായത് ഓരോ സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് സെപ്പറേഷന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സെമിക്കോളൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എന്താണ്, ഇവിടെ ഞാനിവിടെ സിംഗിൾ ലൈനിൽ എഴുതിയാലും അതെന്താണ് സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാത്രമേ അത് എടുക്കുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ഇത് കൊടുത്തു. ഇതിന് ശേഷം ഞാനിവിടെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് വോയിഡ് പുഡ് എന്നും പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ എഴുതി. ഇവിടെ എന്താണ് സി ഔട്ട്, എയുടെ വാല്യൂ പ്രിന്റ് ചെയ്തു, അതുപോലെ ബിയുടെ വാല്യൂ പ്രിന്റ് ചെയ്തു, സിയുടെ വാല്യൂ പ്രിന്റ് ചെയ്തു, ദെൻ ഡിയുടെ വാല്യൂ പ്രിന്റ് ചെയ്തു. ഓക്കെ. നമുക്ക് ന്യൂ ലൈൻ ഇടാം, അതുപോലെ സ്പേസ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലാം ചെയ്തിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ചേർന്ന് വരും വാല്യൂ. ഓക്കെ. ഇങ്ങനെ കൊടുത്തു. അപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തു, ദെൻ ക്ലാസ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ കൊടുത്ത് എൻഡ് ചെയ്തു അല്ലേ? ഇവിടെ എന്തൊക്കെ ചെയ്തു? ക്ലാസ് ഡി എന്നും പറഞ്ഞ് ഡിക്ലെയർ ചെയ്തു. ഇത് രണ്ടും ബി എന്നും സി എന്നും ഡിറൈവ് ചെയ്താണ്. ബിയും സിയും നമ്മളിവിടെ പബ്ലിക് വെർച്വൽ അല്ലെങ്കിൽ വെർച്വൽ പബ്ലിക് ആയിട്ട് ആണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഏതിന്നാ? സോറി, ഇവിടെ ബി അല്ല, ഇവിടെ നിന്ന് എ എന്നാണ് ചെയ്യേണ്ടത് കേട്ടോ. എ എന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വെർച്വൽ പബ്ലിക് എ ആണ്. ഓക്കെ. വെർച്വൽ പബ്ലിക് എ ആണ്. അത് കഴിഞ്ഞിട്ട് എന്തായി? ക്ലാസ് ഡി ബി എന്നും സി എന്നും ഡിറൈവ് ചെയ്തു. ഡിറൈവ് ചെയ്തതിന് ശേഷം ഇവിടെ ഡി എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആണെങ്കിലോ ഡി എന്ന് പറയുന്ന കൺസ്ട്രക്ടർ അല്ലേ? ഈ കൺസ്ട്രക്ടർ വെച്ചിട്ട് 4 വേരിയബിളിലും വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുത്തു. ഞാൻ ഒറ്റ ലൈനിൽ കൊടുത്തെങ്കിലും സെമിക്കോളൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ കൺസ്ട്രക്ടർ ഇവിടെ ക്ലോസ് ചെയ്തു. അതിനുശേഷം എന്താണ്? വോയിഡ് പുഡി എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ചെയ്തു. ഈ പുഡിക്കകത്ത് എന്താണ്? ഇതിനെ എല്ലാ വാല്യൂ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. പ്രിന്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്? ന്യൂ ലൈനോ സ്പേസോ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാം. അതിനുശേഷം ഈ ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു, ക്ലാസ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ കൊടുക്കാം. ഓക്കെ. ഇനി ഇതിൻ്റെ തന്നെ മെയിൻ ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയായിരിക്കും എഴുതുന്നത്? മെയിൻ ഫംഗ്ഷൻ എഴുതുമ്പോൾ മെയിനകത്ത് എന്താണ്? ഇൻറ്റ് മെയിൻ അല്ലേ? ഇൻറ്റ് മെയിൻ എന്നും പറഞ്ഞു കൊടുത്തു. ഇതിനകത്ത് എങ്ങനെയാണ്? ഡിയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മതി അല്ലേ? ഡിയുടെ ഒബ്ജക്റ്റ് ഞാൻ എസ് എന്നും പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ. എന്നിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കൺസ്ട്രക്ടർ ആക്ടിവേറ്റ് ആവും, എല്ലാത്തിലും വാല്യൂ ഇനിഷ്യലൈസ് ആവും. ഓക്കെ അല്ലേ? അതിനുശേഷം എങ്ങനെയാണ്? എസ് ഡോട്ട് പുഡി നമുക്ക് കോൾ ചെയ്യാം. പുഡി കോൾ ചെയ്യുമ്പോൾ എന്താണ്? ഈ ഫംഗ്ഷൻ ആക്ടിവേറ്റ് ആവും. ഈ പുഡി ഫംഗ്ഷൻ ആക്ടിവേറ്റ് ആയിട്ട് ഇതിനകത്തുള്ള എല്ലാ വാല്യൂസും അവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ മെയിൻ ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെർച്വൽ ബേസ് ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ഒരു സിംഗിൾ ക്ലാസ്സിൽ നിന്ന് മൾട്ടിപ്പിൾ ക്ലാസ് വന്നു, അതിൽ നിന്ന് വീണ്ടും ഒരു സിംഗിൾ ക്ലാസ് വരുവാണെങ്കിൽ അങ്ങനെ ഒരു ഷേപ്പിൽ വരുന്ന സമയത്താണ് നമുക്ക് എന്ത് വരുന്നത്? വെർച്വൽ ബേസ് ക്ലാസ് വരുന്നത്. അതായത് മൾട്ടി പാത്ത് ഫെസിലിറ്റി എവിടെയൊക്കെ വരുന്നോ, എവിടെയൊക്കെയാണോ ബേസ് ക്ലാസ്സിലോട്ട് മൾട്ടി പാത്ത് പോകുന്നത്, അത് ആ ഒരു സമയത്താണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? വെർച്വൽ ബേസ് ക്ലാസ് എന്നുള്ള ഫീച്ചർ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അതിന് വേറെ ഒന്നുമില്ല. എന്താണ്? പബ്ലിക് വെർച്വൽ ഓർ വെർച്വൽ പബ്ലിക് എന്നുള്ള ഇത് കൊടുത്തിട്ട് വേണം അത് ഡിറൈവ് ചെയ്യാൻ. പബ്ലിക് എന്നുള്ളത് നമ്മൾ നോർമലി കൊടുക്കുന്നതാണ്, പക്ഷെ ഇവിടെ വെർച്വൽ എന്നുള്ള കീവേഡും കൂടെ കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ? ഡിറൈവ് ചെയ്ത് എടുക്കാൻ. ഓക്കെ. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്? മൾട്ടിപാത്ത് ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ വെർച്വൽ ബേസ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ലാബ് സെഷൻ കൂടി ഞാൻ ഉടനെ ഇടുന്നതാണ്. അപ്പം വീഡിയോ കാണുന്നവരൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. നെക്സ്റ്റ് ടൈം കാണാം.